നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ RCB തകർത്ത് പൊളിച്ച് വാരി. നമ്മള് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അരുൺ ബ്രോ ആയിരിക്കും. കാരണം നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ അരുൺ ബ്രോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം പക്കായിട്ട് വന്നിട്ടുണ്ട്. അത് എണ്ണി എണ്ണി പറയാൻ അരുൺ ബ്രോ അത് കൃത്യമായിട്ട് പറയും. പക്ഷെ ഇന്നത്തെ രജത് പട്ടീദറിന്റെ ഇന്നിങ്സ്, മാൻ, അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. ഇത് കഴിഞ്ഞ വർഷവും പുള്ളി ഇതുപോലെ തന്നെ ഈ പ്ലേ ഓഫിൽ വന്നിട്ട് ഇതുപോലുള്ള ഒരു ഇന്നിങ്സ് കളിച്ചാണ്. ഒരു അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത്ര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ വേറെ ഇല്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ ശ്രേയസ് അയ്യറിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും, ഇന്ത്യൻ ടീമിന്റെ അടുത്ത ക്യാപ്റ്റൻ ആക്കണം. പക്ഷെ ഒരു ആലോചിക്കുക, ഒരു സീസൺ ക്യാപ്റ്റനായിട്ട് കപ്പ് എടുക്കുന്നു, രണ്ടാമത്തെ സീസൺ ക്യാപ്റ്റനായിട്ട് ദേ ഫൈനലിൽ കൊണ്ട് എത്തിച്ച് നിർത്തിയേക്കുന്ന ടീമിനെ. അതുപോലെ ഇജാദി ഇന്നിങ്സും അന്യായ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോ തന്നെ, കഴിഞ്ഞപ്പോ തന്നെ GT പരാജയപ്പെട്ടു. നമ്മളിപ്പോ ഈ പ്രിവ്യൂലും പറഞ്ഞിരുന്നതാണ്, ഇപ്പൊ നമ്മൾ ഈ കളി തുടങ്ങാൻ മുമ്പുള്ള ലൈവ് സെഷനിലും പറഞ്ഞിരുന്നതാണ്, 230 മേളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ GTക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളത്. അതും ലാസ്റ്റ് 6 ഓവേഴ്സിലൊക്കെ എടുത്തിട്ട് അലക്കി കളഞ്ഞു ബ്രോ. അലക്കി എന്ന് പറഞ്ഞാൽ എന്നാ അലക്കി കളഞ്ഞത് GTയുടെ ബോളേഴ്സിനെ. ബ്രോ തന്നെ പറഞ്ഞോ, ബ്രോയുടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഇല്ല, ബേസിക്കലി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ 90% RCB ജയിക്കുമെന്ന് നമ്മളൊരു ഹെഡ്സപ്പ് ആദ്യമേ കൊടുത്തതാണ്. അപ്പം 90% എങ്ങനെ ബ്രോ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് തിരുത്തിച്ച് നമ്മളങ്ങനെ 60-40 കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. അവളെ ഈ കളി പ്രിവ്യൂവിൽ തന്നെ, നിങ്ങൾ പ്രിവ്യൂ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പ്രിവ്യൂ ഒന്ന് കാണും. പ്രിവ്യൂവിൽ നമ്മൾ എടുത്ത് പറഞ്ഞാണ് എന്തുകൊണ്ട് GTയുടെ ബോളേഴ്സ് ഇത്ര വിക്കറ്റ് ടേക്കിംഗ് ആയിട്ട് ഉള്ള ബോളേഴ്സ് ആണെങ്കിൽ പോലും അവിടെ അവരൊരു ത്രെറ്റനിങ് അല്ല, അല്ലെ GTയുടെ ബോളേഴ്സ് അവിടെ നള്ളിഫൈ ആകും എന്ന് പറയാനുണ്ടായ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അതേപടി ഒരു റെപ്ലിക്കയാണ് ഇവിടെ നടന്നത്. ഞാൻ അന്ന് ഈ പറഞ്ഞു തൊട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ ആയിരുന്നു നമ്മളെ വീഡിയോ ചെയ്തത്. അതിനകത്തിൽ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടെന്നുള്ള കാര്യം വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തിൽ എന്താ നമ്മൾ ആദ്യം പറഞ്ഞത്, മോസ്റ്റ് ബൗണ്ടറീസ് അടിക്കുന്ന ടീം ആരാണോ അവർ ജയിക്കും. RCB ഇന്ന് അടിച്ചത് IPL ടൂർണമെൻറ്റിൻ്റെ ഹിസ്റ്ററിയിലെ നോക്കൗട്ട്സിലെ ഏറ്റവും കൂടുതൽ ബൗണ്ടറീസ് അടിച്ച ടീമായി ഇന്ന് RCB. അടിച്ചിരിക്കുന്ന ബൗണ്ടറിയുടെ എണ്ണം 38 എണ്ണമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ആരാണോ അവർ ജയിക്കും. ആരെവിടെ ഏറ്റവും കൂടുതൽ കൗണ്ടർ അറ്റാക്ക് ചെയ്തത്? 10 ഓവർ 99 എന്നുള്ള നിലയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു 12 പന്തിൽ 20 എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഒരു മനുഷ്യൻ ഒരു കളി കാണിച്ചു വെച്ചു. അത് പിന്നീട് അവിടെ നടന്നത് ഒരു ചരിത്രമായി കിട്ടുമ്പോ മാറി. എടുത്തോണം, അല്ലെങ്കിൽ ഇതാണ്, അതെ വേണമെങ്കിൽ അതെ, കിട്ടുമ്പോ എടുത്തോണം, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞ റഷീദ് കാര്യമില്ല. ഖാൻ്റെ പെർഫോമൻസ്, നമ്മൾ റഷീദ് ഖാൻ്റെ കാര്യം പറഞ്ഞാൽ റഷീദ് ഖാൻ അവിടെ 4 അടിക്കത്തില്ല, പക്ഷേ 6 അടിക്കും. റഷീദ് ഖാൻ ഇന്ന് അന്ന് അടിച്ചിരിക്കുന്ന 4 0, അടിച്ചിരിക്കുന്ന 6 3 കൃണാൽ പാണ്ഡ്യ 6 അടിക്കത്തില്ല, 4 അടിക്കും. എന്തുകൊണ്ടെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്താൽ, കൃണാൽ പാണ്ഡ്യ ഇന്ന് അടിച്ചിരിക്കുന്ന 6 0, 4 2. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ 95% കാര്യങ്ങൾ നടന്നു. അതേ കൂട്ട് തന്നെ നടക്കാത്ത കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർഷദ് ഖാൻ കളിക്കുമെന്ന് പറഞ്ഞു, കളിപ്പിച്ചില്ല. പുതിയൊരു ആളെ കൊണ്ടുവന്നു, അതിൻ്റെ ഫലം അവരനുഭവിച്ചു. റിച്ചാർഡ് ഗ്ലെൻസൺ കളിക്കുമെന്ന് പറഞ്ഞു, പുള്ളിയും കളിപ്പിച്ചിട്ടില്ല. പുള്ളിയെ ഇമ്പാക്ട് സബിൽ ഇന്ന് ഇരുത്തി കളിപ്പിക്കാൻ ഈസിലി ആയിട്ട് അവർക്ക് പറ്റുമായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 18ാമത്തെ 19ാമത്തെ ഓവർ വരെ കളി പോകത്തേ ഇല്ലായിരുന്നു. നമ്മൾ അതേ കൂട്ട് പറഞ്ഞാൽ RCB ബോളേഴ്സ് ഏത് ലൈനും ഏത് ലെങ്തും ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. 6 മീറ്ററിൽ ബോളിന് അസിസ്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ തൽഫലമായിട്ടാണ് ഇനിഷ്യലി തന്നെ ഉണ്ടായ 2 ബൗൾഡ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ സെയിം ലെങ്ത് തന്നെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് 6 ഓവേഴ്സ് ഒരു ലോഞ്ച് ഉണ്ടായിരിക്കും ഏത് ടീമിൻ്റെ ആണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ലാസ്റ്റ് 7 ഓവേഴ്സിൽ RCB അടിച്ചിരിക്കുന്നത് 126 റണ്ണാണ്. ഞാനൊരു 70-80 ആണ് പറഞ്ഞിരുന്നത് ലാസ്റ്റ് 6 ഓവേഴ്സിൽ. പക്ഷേ ഇത് 126 അടിക്കുന്നൊന്നും ഞാനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാണ് രജത് പടിദറിൻ്റെ ഫ്ലിക്കിംഗ് ഷോട്ട് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും. 2 ചാൻസ് കിട്ടി, 2 ഫ്ലിക്കിൽ 2 ചാൻസ് കിട്ടി, രണ്ടും ഡ്രോപ്പായി. ഒന്ന് 12 നിന്നപ്പോൾ, ഒന്ന് 10 പന്തിൽ 14 നിന്നപ്പോഴും, ഒന്ന് 12 പന്തിൽ 20 നിലയിൽ നിന്നപ്പോഴും. പിന്നെ പുള്ളിയെ പിടിച്ചാൽ കിട്ടില്ല. ഇതിനകത്തിൽ എടുത്തു പറയേണ്ടതാണ് രജത് പടിദാറിൻ്റെ ഒരു നോക്കൗട്ട് പെർഫോമൻസ്. 6 ഇന്നിങ്സിൽ നിന്ന് പുള്ളി 338 റൺ എടുത്തിട്ടുണ്ട്. ആവറേജ് എത്ര എന്നറിയോ? 112.66 T20യിൽ. അതേപോലെ തന്നെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 193 അതിൽ ഒരു സെഞ്ചുറിയും 2 50യും, 25 4ഉം 24 6ഉം. അപ്പോൾ എന്തും വേണ്ടി അറ്റാക്കിംഗ് പ്ലെയർ ആണ്, അല്ലെങ്കിൽ എന്തും വേണ്ടി പ്രഷർ സിറ്റുവേഷൻസിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നൊരു കാര്യമുണ്ട്. കമൻട്രിയിൽ ഇരുന്ന് AB ഡിവിലിയേഴ്സ് പറഞ്ഞു, രജത് പടിദാർ 2 6 അടിച്ചപ്പം RCB ക്യാപ്റ്റൻ, നോ ഹീസ് മൈ ക്യാപ്റ്റൻ. അപ്പം എന്തും അത് ഭയങ്കര ഒരു
ആ ഒരു ഫീൽ എനിക്ക് പിന്നെയും തിരിച്ചു വന്നു, എ ബി ഇൻ RCB എന്നുള്ള രീതിയിൽ. അത് അതിനൊരു റീസൺ ഉണ്ട്. കാരണം അത് AB മാത്രമല്ല, മൊത്തത്തിൽ RCB ഫാൻസിന്റെ ഫുൾ ആൾക്കാരുടെ ഒരു വികാരം അത് തന്നെ ആയിരിക്കും. കാരണം അതുമാതിരി സ്ട്രഗിൾ ചെയ്താണ്. സോ ആ സ്ട്രഗിൾ ചെയ്ത ഒരു ടീമിനെ ഒരു കപ്പ് എടുത്തു കൊടുത്ത ക്യാപ്റ്റൻ വീണ്ടും അടുത്ത സീസണിൽ വന്നിട്ട് നോക്കൌട്ടിൽ വന്നിട്ട് ഇമാതിരി അടി അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വികാരം തോന്നും നമ്മുടെ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ എന്ന് സ്വാഭാവികമായിട്ട് ഏതൊരു RCB ഫാനിനും തോന്നും. അതാണ്. RCB ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ടോട്ടൽ ഇൻ നോക്കൌട്ട് ഗെയിംസ് ആണ്, 254 എന്ന് പറയുന്നത്. ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു കളിയായിരുന്നു. ഇപ്പം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് വിരാട് കോഹ്ലിയുടെയും രജത് പടിദാറിൻ്റെയും ഏഴാമത്തെ 50+ പാർട്ണർഷിപ്പാണ് ഈ ടൂർണമെൻറ്റിലെ. അതേ കൂട്ട് തന്നെ വിരാട് കോഹ്ലി ഇനിഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. വിരാട് കോഹ്ലി 40% ഫോൾ ഷോട്ടാണ് ഇന്ന് കളിച്ചത്. അതായത് പുള്ളി കളിച്ചതിൽ 40% ഷോട്ട്സും ഓർത്തഡോക്സ് അല്ല, പുള്ളി കണക്റ്റ് ആയിരുന്നില്ല. കാരണം ആദ്യമായി പിച്ച് ഭയങ്കര ഒരു ഡബിൾ പേസ്ഡ് ആയിരുന്നു. നമ്മൾ ലൈവ് പോയപ്പോഴേ പറഞ്ഞു, ഡബിൾ പേസ്ഡ് ആയതുകൊണ്ട് ഇനിഷ്യലി ബോളേഴ്സിന് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്കതിനകത്തിൽ കാണാനും കഴിഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് റഷീദ് ഖാനും ഹോൾഡർ ഒഴികെ ബാക്കി എല്ലാവരും എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അതിനകത്തുള്ള റഷീദ് ഖാനും ഹോൾഡർ മാത്രമേ ഉള്ളൂ ഇച്ചിരി എക്കോണമിക്കലായിട്ട് നിന്നതും. ബാക്കി എല്ലാവരെയും അടിച്ചേറി കയറ്റിയെന്ന് വേണം പറയാൻ. അത് നമ്മുടെ നെഹ്റാജി എന്തെങ്കിലും ഔട്ട് ഓഫ് ദി ബോക്സ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് നെഹ്റാജ് ഔട്ട് ഓഫ് ദി ബോക്സ് ചെയ്താണ്. കെൽവൻ കെജോർലിയ പുള്ളിയെ കൊണ്ടുവന്നിട്ട് പുള്ളി ഫസ്റ്റ് ഓവർ ഡീസെന്റ് ആയിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്ലോവേഴ്സ് എറിയുന്ന ഒരു ബോളർ ആയതുകൊണ്ടാണ് പുള്ളിയെ കൊണ്ടുവന്നത്. പക്ഷെ 15th ഓവർ വന്നിട്ട് 28 റൺ അടിച്ച് റൊട്ടിയായി കളഞ്ഞു. അത് മാത്രമല്ല, നോ ബോളും പുള്ളിയുടെ കിളി പോയി. അപ്പോ ശരിക്കും നോക്കൌട്ടിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ബോളറിനെ കഴിഞ്ഞ സീസണിൽ കളിപ്പിച്ചിട്ട് പിന്നെ ഈ സീസണിലെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ആണ്. ആ റിസ്ക് ഇന്ന് അതും രജത് പട്ടീദറിന്റെയും കയ്യിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇന്ന് കറക്റ്റായിട്ട് കാണിച്ചാണ്. പിന്നെ രണ്ടാമത് ഈ RCB ബോൾ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ RCBയുടെ ലെങ്ത് ബ്രോ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവരുടെ രണ്ട് ടീമിന്റെ ലെങ്ത് രണ്ടും ഓപ്പറേറ്റ് ചെയ്ത് രണ്ട് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഗില്ല് ഔട്ടായതും ജോസ് ബട്ട്ലർ ഔട്ടായ രണ്ട് വിക്കറ്റും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു സ്കോട്ട് ബോർഡ് പ്രഷറിന്റെ പേരിൽ ഔട്ടായി. ഗില്ല് അങ്ങനെ ഒരു ഷോട്ട് അടിച്ച് ഔട്ടാവുന്നത് ഞാൻ കണ്ടിട്ടില്ല. അക്രോസ് ദ ലൈൻ ആ അടിച്ചാണ് ഔട്ടാവുന്നത്. ഗില്ല് ആ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ ഓൺ ദ പാഡ്സ് ഫ്ലിക്ക് 4 ആണ്. മനസ്സിലായി? അതായത് വേറെ അതെ അതായത് അതെ, ഇത്രയും മാസീവ് ടോട്ടൽ വെച്ചപ്പോൾ ദേ വർ ഫോഴ്സ്ഡ് ടു ഡു സംതിങ് എൽസ്. ആ ബട്ട്ലർ ഔട്ടായി തന്നെ 3 ബൗണ്ടറി അടിച്ചു. അപ്പോഴേ ആർക്കെതിരെ ഈ 3 ബൗണ്ടറി അടിക്കുന്നത്? ഹേസൽവുഡിനെതിരെ. ഹീസ് ലൈക്ക് എ ജീനിയസ്. അടുത്തതും അടിക്കും, കയറി വരും എന്നറിയാം. പുള്ളി കറക്റ്റ് ഒരു സ്ലോ ബോൾ സെയിം ലെങ്തിൽ ഓഫ് സ്റ്റംപ്, ടോപ്പ് ഓഫ് ദ ഓഫ് സ്റ്റംപ്, ഉത്തരവില്ലാതായി പോയി ബട്ട്ലറിന്. അത് ശരിക്കും ജോസ് ബട്ട്ലർ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നിരുന്നെങ്കിൽ കളിക്കാവുന്ന ഒരു ബോളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പുള്ളിക്ക് എക്സ്ട്രാ ഓർഡിനറി ചെയ്തേ പറ്റൂ ആ സമയത്ത്. പുള്ളിയേ ഉള്ളൂ ഇനി ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജോസ് മീൻസ് ഇപ്പൊ ഗില്ലോ സായി സുദർശനെ ഈ മാച്ച് അടിച്ച് ജയിപ്പിക്കുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ജോസ് ബട്ട്ലർ എന്തെങ്കിലും ചെയ്താലേ ഈ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുള്ളി എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചെയ്തേ പറ്റും. ആ എക്സ്ട്രാ ഓർഡിനറി ചെയ്യാൻ നോക്കിയാണ് പുള്ളി ശരിക്കും പുറത്തേക്ക്, അതായത് ബോളിന്റെ ലൈനിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് മാറിയിട്ട് ബൗൾഡ് ആവുക ചെയ്തത്. ആ രണ്ട് വിക്കറ്റ് ശരിക്കും ബോളേഴ്സ് എടുത്ത വിക്കറ്റിനെക്കാട്ടിലും സ്കോർ ബോർഡിന്റെ പ്രഷർ കൊണ്ട് ആ ബാറ്റേഴ്സ് കൊടുത്ത വിക്കറ്റ് ആയിട്ട് തോന്നി. ഈവൻ അത് കഴിഞ്ഞിട്ട് പോലും ഹോൾഡറിന്റെ വിക്കറ്റ് ആയാലും ശരി, അത് തന്നെ നിഷാന്ത് സിന്ധു പോട്ടെ, ഹോൾഡറിന്റെ വിക്കറ്റ് അതുപോലെ. ആ ഒരു സ്കോർ അടിച്ചു വെച്ചപ്പോ തന്നെ GT ഇതിനു മുമ്പ് ഞാൻ എന്റെ മറ്റേ ചാനലിലെ പ്രിവ്യൂ ഈ GTയുടെ കാര്യം ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തപ്പോഴൊക്കെ നേരത്തെ ഒരു മാസം മുമ്പ് പറഞ്ഞിട്ട് GT ഒരു 220 മേളിൽ 225 മേളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗില്ല് സായ് സുദർശൻ വെച്ച് അടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അക്ഷരം പറഞ്ഞത് അവർ അടിക്കത്തില്ല എന്ന് മാത്രമല്ല, അവര് ഗില്ലൊക്കെ ആ ഒരു പ്രഷറിലാവുന്ന കറക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റി. അത് തന്നെ ഗില്ല് ഇങ്ങനെ ഷോട്ട് അടിച്ച് ഔട്ടാവേണ്ട ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെ ഔട്ടാവത്തില്ല. അങ്ങനെ ഒരു പ്ലെയർ അല്ല. ആ ബോള് ഗില്ല് സൂപ്പറായിട്ട് കളിക്കുന്ന ഒരു ബോളാണ് ബാക്കി ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും. സോ ആ ഒരു സ്കോർ ബോർഡ് പ്രഷർ എന്താണ് ഒരു ടീമിന്, എത്ര വലിയ സൗണ്ട് ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് വ്യക്തമായിട്ട് കാണിച്ചത്. പിന്നെ ഈ കേസ് ബ്രോ പറഞ്ഞു കെജോരിയ. ഞാൻ ഈ കെജോരിയ ആരാന്ന് തപ്പിപ്പോയി. ലൈക്ക് ഐ ടോക്ക് ടു സമ്മൺ ഹു സോ ക്ലോസ് ടു ദ ടീം. ഇപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ തീരുമാനം ഈ സമയത്ത് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഹി വാസ് റിയലി ഡൂയിങ് ഇൻ ദ നെറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അർഷദ് ഖാനെക്കാട്ടിലും ഹി വാസ് റിയലി ഡൂയിങ് അറ്റ് ദ നെറ്റ്സ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് നെഹ്റാജി എടുത്തത് എന്നാണ്. പക്ഷേ ഞാനപ്പോൾ പുള്ളിയുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി. കുറേ വർഷങ്ങളായിട്ട് 2018 മുതൽ പുള്ളി IPL കളിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 4 ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കണ്ട 15.5 പുള്ളിയുടെ എക്കോണമി. കഴിഞ്ഞ വർഷം അടുത്ത കളി കളിച്ചത് 9 ഏപ്രിൽ, അന്ന് 9.6 ആയിരുന്നു. പിന്നെ 23-ലാണ് 2 കളി കളിച്ചിട്ടുള്ളത്. അന്ന് 14.6-ഉം 16.6-ഉം.
അപ്പം ഞാൻ പറഞ്ഞു ഇത്ര എക്കോണമിക്കലായിട്ട് ഈ 2 മാസം കളിക്കാതിരുന്ന ഒരാളെ കൊണ്ടുവന്ന് ഇത്ര ഒരു പ്രഷർ സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഒരു ബാറ്റിംഗ് അടാറായിട്ട് പോകുന്ന ടീമിന്റെ മുന്നിലൊക്കെ ഇട്ട് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വി തോട്ട് ലൈക്ക് അത് വർക്ക് ചെയ്യുമായിരിക്കും എന്നുള്ളത്. പക്ഷേ ആ പുള്ളിയുടെ ഒരു ഓവർ മുതലാണ് കളിയുടെ മൊമെൻറ്റം ചേഞ്ച് ചെയ്തത്. ആ ഒരു നോബോളും ആ ഒരു ഫുൾ ടോസ് 2 നോബോൾ എറിഞ്ഞു ആ ഓവറിൽ. അത് തന്നെ പിന്നെ ഒരു ഫുൾ ടോസും ആ ഒരു ഓവർ മുതലാണ് ടോട്ടലി ഇവരുടെ ടീമിന്റെ മൊമെന്റം ഷിഫ്റ്റ് ആയത്. പിന്നെ എങ്ങനെയെങ്കിലും പുള്ളിക്ക് ആ ഒരു ഓവർ തീർത്താൽ ബ്രോ മതി. ആദ്യത്തെ ഒരു ഓവർ 3 ഓവർ മാത്രമേ കൊടുത്തുള്ളെങ്കിലും പിന്നെ വന്ന് 3 എറിഞ്ഞ റണ്ണ് മാത്രം. അതാ ഞാൻ പറയാൻ 3 വന്നത്. റൺ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഓവർ എറിഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം കറക്റ്റ് കയ്യിൽ നിന്ന് നല്ല രീതിയിൽ സ്ലോ ബോൾസ് ഒക്കെ വീഴുന്നുണ്ട് പുള്ളിയുടെ. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ രജത് പട്ടിദറിനെ പോലെ ഒരു ബാറ്റ്സ്മാന്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടിക്കഴിയുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ബോളറിന് വളരെ ബോളറായാലും ബാറ്റർ ആയാലും നോക്കൌട്ട് സ്റ്റേജിലൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബോളർ ഒരു ഫസ്റ്റ് ഓവർ പ്ലാൻ ചെയ്ത് വന്ന കാര്യങ്ങളെല്ലാം വേണം. തീർച്ചയായിട്ടും നെഹ്റ കളിപ്പിച്ചത് സ്ലോവേഴ്സ് ഒക്കെ നന്നായിട്ട് എറിയുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ഫസ്റ്റ് ഓവർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ സെക്കൻഡ് ഓവർ വന്നപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. ഒരു 2 എണ്ണം അടി അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എവിടെ എറിയണോന്ന് അറിയാൻ വയ്യാതായി പോയി. മൊത്തത്തിൽ കിളി പാറിപ്പോയി. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ വേറൊരു നമ്മുടെ കാര്യമാണ് പ്രിവ്യൂ റാഷിദ് ഖാനെ യൂസ് ചെയ്ത കാര്യം. അതെ, നമ്മുടെ പ്രിവ്യൂ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ RCB ജയിക്കുമെന്ന് പറഞ്ഞത്? ഇവിടെ പ്രഷർ സിറ്റുവേഷൻസിൽ നെർവ് ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റിയ കളിക്കാർ ഒരുപാടാണ്, ടോപ്പ് ടു ബോട്ടം. അതെ മനസ്സിലായി? അത് എനിക്ക് GT കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നോക്കൗട്ട്സിൽ GT നോക്കുന്നു. പിന്നെ അലോങ് വിത്ത് മൈ സ്റ്റാറ്റ്സ് ഐ ഹാവ് ടു പാക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഒരു 2 അടി അതെ കിട്ടിയപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഇവന് എന്ത് ചെയ്യണം അല്ലെ എവിടെ എറിയണം എന്നുള്ള രീതിയിലായിപ്പോയി. ഇപ്പൊ ബാംഗ്ലൂരിന്റെയും ബാറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് അവിടെ ഫിലിപ്പ് സോൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു റെപ്ലിക്ക സുഖമായിട്ട് ആ ഒരു വിടവ് ഒരു പരിധി വരെ എന്നല്ല, നല്ല രീതിയിൽ വെങ്കടേഷ് അയ്യർ നികത്തുന്നുണ്ട്. അറ്റ് തീർച്ചയായിട്ടും ദ സെയിം തീർച്ചയായിട്ടും. ടൈം പിന്നെ വിരാട് ചെറിയൊരു കോഹ്ലി ഇന്നിങ്സ് ആണെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. അതെ, വിരാട് കോഹ്ലി ബീങ് വിരാട് കോഹ്ലി പുള്ളിയെ കൊണ്ട് ചെയ്യുന്നത് പവർ പ്ലേയിൽ അപ്പുറം വരെ ടീമിനെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. പുള്ളി അതും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പടിക്കൽ, എടുത്തു പറയേണ്ട ഒരാളാണ്. 153 എന്നുള്ള സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു. ആ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്തത് ആ, ഒരു രക്ഷയുമില്ല. അതായത് 38 പന്തിൽ നിന്നാണ് അവരുടെ 72 റൺ എന്നുള്ള പാർട്ട്ണർഷിപ്പ് വന്നത്. അതായത് ഓൾമോസ്റ്റ് 6.2 ഓവറിലാണ് അവർ 72 റൺ പാർട്ട്ണർഷിപ്പ് വന്നത്. പിന്നെ ബാക്ക് ടു ബാക്ക് വിക്കറ്റ് പോയി. ആ വിക്കറ്റ് പോയ ഫേസിൽ ഓൾമോസ്റ്റ് 21 ബോളിൽ അവർക്ക് ബൗണ്ടറി ഇല്ലാതിരുന്നു. RCBക്ക് ആ ഒരു ഫേസിൽ, അതായത് 7 മുതൽ 10 വരെയുള്ള ഓവറിൽ 21 ബോൾസ് മറ്റോ ബൗണ്ടറി ലെസ് ആയിട്ട് നിന്നു അവിടെ. അതായത് റാഷിദ് ഖാൻ 10 ഓവർ, ഓപ്പറേറ്റ് ചെയ്ത അതെ, 10 ഓവറെ 99 റൺ മാത്രമേ ഉള്ളായിരുന്നു RCBക്ക്. അതിലും ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഓവറിൽ 128 ഉള്ളായിരുന്നു. അവിടെ നിന്നുള്ള അടുത്ത 7 ഓവറിൽ നിന്നാണ് 126 റൺ ബാംഗ്ലൂർ അടിച്ചത്. അവിടാണ് GTയുടെ കിളി പോയത്. അതെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കൃണാൽ പാണ്ഡ്യയുടെ ഇന്നത്തെ ഇന്നിങ്സ്. എന്താണ് വാട്ട് എ ക്ലച്ച് പ്ലെയർ ക്യാൻ ഡു എന്നുള്ളതാണ് പുള്ളി കാണിച്ചു തന്നത്. അതായത് പല ടീമുകളും കണ്ടുപിടിക്കണം ഹാർഡ് സിറ്റുവേഷൻസിൽ വന്ന് എങ്ങനെയാണ് ഒരു ടീമിന്റെ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് 153. പല മഞ്ഞക്കുപ്പായമിട്ട പക്ഷെ എനിക്ക് പ്രശസ്തരും അതിനകത്തൊരു 130-ലും എതിരഭിപ്രായം ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും 125-ലും പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ കളിച്ചാലല്ല ജയിക്കുക. പക്ഷെ പുള്ളി ഒരു പ്യുവർ ബാറ്റ്സ്മാൻ പോലും അല്ലാഞ്ഞിട്ട് 153 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു എന്ന് പറയുന്നത് ആ ടൈമിൽ ആ ഒരു പാർട്ണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ബ്രോ എനിക്ക് അത് പാർട്ണർഷിപ്പ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്തൊരു എതിരഭിപ്രായം ഉണ്ട്. ഇന്ന് രജത് പട്ടിദാർ ഈ ഒരു ഇന്നിങ്സ് പുൾ ഔട്ട് ചെയ്തത് കൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ബാഡ് മൂവ് ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഈ ഇല്ല ടിക്ലൗഡിനെയൊക്കെ എന്നുണ്ടെങ്കിൽ അവരുടെ വെച്ചിട്ട് പ്ലാൻ കൃണാൽ ബി പാണ്ഡ്യ എന്തോന്നുള്ളത് ഇറക്കി എനിക്ക് വിടും. വളരെ വ്യക്തമായിട്ട് കാരണം മനസ്സിലായി. ഈ ഇപ്പൊ കൃണാൽ പാണ്ഡ്യ ഇറങ്ങി ഒരു 20 ബോൾസ് കളിക്കുമ്പോൾ 25 ബോൾസ് കളിക്കുമ്പോൾ ശരിക്കും ഒരു ഏകദേശം ജസ്റ്റ് എബോ റൺ ബോൾ ആ ഒരു രീതിയിൽ തന്നെ കൃണാൽ പാണ്ഡ്യ കളിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് രജത് പട്ടിദർ പുൾ ഔട്ട് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈ 254 എന്ന് പറഞ്ഞൊരു സ്കോർ ഒരു പക്ഷേ 220-ലോ അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കേണ്ടി വന്നേനെ. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം, അതായത് കൃണാൽ പാണ്ഡ്യയുടെ ആ ഒരു ഇത്, പിന്നെ ഗില്ലിന്റെ കയ്യിൽ ഇരിപ്പേണ്ട ഒരു കാര്യങ്ങളുണ്ട്. റാഷിദ് ഖാൻ 2 ഓവർ ആദ്യത്തെ 2 ഓവർ 8 റൺസ് 9 റൺസ് കൊടുക്കുന്നുള്ളൂ. അവിടുന്ന് പിന്നീട് റാഷിദ് ഖാനെ കൊണ്ട് എറിയിക്കുന്ന 16-ാമത്തെ ഓവറിലാണ്. അതായത് ക്രീസിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ രജത് പട്ടിദർ എങ്ങനെയാണ് സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ പിന്നെ സെറ്റായി നിൽക്കുന്ന രജത് പട്ടിദറിന്റെ കയ്യിലേക്ക് 16-ാമത്തെ ഓവറിൽ കൊണ്ട് റാഷിദ് ഖാനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ അപ്പൊ അവിടെ ഞാൻ റാഷിദ് ഖാൻ നല്ല രീതിയിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഈ എന്താ ക്യാപ്റ്റന്റെ വിക്കറ്റ്, രജത് പട്ടിദറിന്റെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ഓവറും കൂടെ തീർച്ചയായിട്ടും അവിടെ റാഷിദ് ഖാൻ അവിടെ എറിയണമായിരുന്നു. ആ മിഡിൽ ഓവറിന്റെ സ്പേസിൽ അറ്റ്ലീസ്റ്റ് ഒരു 12th ഓവർ ആ ഒരു റേഞ്ചിലെങ്കിലും എറിയണമായിരുന്നു. അത് ഗില്ല് കാണിച്ചില്ല. പലപ്പോഴും റിസോഴ്സിനെ മാനേജ് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഗില്ലിന്റെ കാര്യത്തിൽ. ഇപ്പൊ ഇതിനകത്തില് അതാണ് ഞാൻ 2 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഒന്ന്, എന്തുകൊണ്ട് കൃണാൽ പാണ്ഡ്യ സ്റ്റെപ്പ് ഔട്ട് നേരത്തെ ഇറക്കി വിട്ടു എന്നുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ റഷീദ് ഖാൻ എന്ന് പറഞ്ഞ ഒരു ത്രെട്ട് നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും ടേക്ക് ഡൗൺ റഷീദ് ഖാൻ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലും. രണ്ട്, ഇൻ കേസ് അത് പാളിയിരുന്നുവെങ്കിലും എന്നുണ്ടെങ്കിലും ഇമ്പാക്ട് സബായിട്ട് കോക്സ് അകത്തിട്ട് കയറി വന്നേനെ. ഒരിക്കലും RCB ഇന്ന് അടി നിർത്തത്തേ ഇല്ലായിരുന്നു. മനസ്സിലായി? അതായത് കൃണാൽ പാണ്ഡ്യ ഔട്ടായാലും രജത് പടിദർ ആ ഫേസിൽ ഔട്ടായിരുന്നെങ്കിൽ പോലും ഈസിലി ആയിട്ട് കോക്സ് അകത്തേക്ക് വന്നേനെ. മനസ്സിലായി? അതുകൊണ്ട് അവർ ഓ, ഇന്ത്യന്റെ അവിടെ അത് ഈ സ്റ്റോപ്പ് പറഞ്ഞ പോലെയാണ്. അത് അത്ര സിമ്പിൾ അല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ബോളറിന്റെ കാര്യം, കജാരിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഔട്ട് ഓഫ് നോവെയർ ഒരു ബാറ്റ്സ്മാൻ വന്നിട്ട് ഒരു ഇതുപോലെ രജത് പട്ടീദർ അടിച്ച പോലെ റെഡി അടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ ആ ഒരു പാട്ടിൽ മാത്രം എനിക്ക് അല്ല, സ്ട്രോങ്ലി അതില് കൃണാൽ പാണ്ഡ്യ വ്യത്യ കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും നേരത്തെ ഇറക്കി വിട്ടതിൽ എനിക്ക് അത് പണി അതില് മേടിക്കാനുള്ള ഒരു മൂവായിട്ട് തന്നെ എനിക്ക് അതിലൊരു തോന്നുന്നു. വ്യത്യാസമുണ്ട് ബ്രോ. ഒന്നാമത്തെ കാര്യം, ഈ കോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൂവൺ ആണ്. അതായത് ഡൊമസ്റ്റിക്കലി ആണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ലീഗ്സ് കളിച്ച് ഈ സെയിം കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന. എന്തുകൊണ്ട് ഈ പയ്യൻ അത് IPL ഇസ് ചെയ്തില്ല എന്ന് വെച്ച് ഡിഫറെന്റ് കഴിഞ്ഞാൽ ബ്രോ. അത്ര അല്ല, IPL ഡിഫറെന്റ് അല്ല IPL എന്നല്ല ഞാൻ ഉണ്ടല്ലോ പറഞ്ഞത്. എനിക്ക് ഹി ഹാസ് ഓൾറെഡി പ്രൂവൺ. മനസ്സിലായി? ഞാനീ പറഞ്ഞിട്ട് IPL ഹോൾഡർ. ഡിഫറെന്റ് ആണ്. ഔട്ട് ഓഫ് ഞാൻ എനിക്ക് ഇതിനകത്ത് പുള്ളി പ്രൂവൺ ആണെന്നുള്ളതിന് എനിക്ക് എതിരഭിപ്രായമില്ല. അതൊരു റിസ്കി മൂവ് ആണ് ഒരു നോക്കൌട്ടിൽ. ഇപ്പൊ ബ്രോ പറഞ്ഞ രീതിയിൽ ഇപ്പൊ കൃണാൽ പാണ്ഡ്യ ഇന്ന് ഈ ഒരു ഒരു റണ്ണേ ബോൾ റണ്ണേ ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു പോയിന്റിൽ ഔട്ടായി പോകുന്നു. അവിടെ നിന്ന് ബ്രോ പറഞ്ഞ പോലെ കോക്സ് വരുന്നു. കോക്സ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അടിക്കുന്ന എന്ത് ഗ്യാരണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ടിം ഡേവിഡ് ഇന്ന് കണ്ടല്ലോ, ടിം ഡേവിഡ് ഔട്ടായി പോയി. അതുപോലെ ഒരു കോക്സിനും കൂടെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ RCB വിൽ ബി ഇൻ ട്രബിൾ. ആ ക്യാച്ച് ഇപ്പോ ഈ രജത് പട്ടീദറിന്റെ ക്യാച്ച് അവർ എടുത്തിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽഡ് ചെയ്തിരുന്നെങ്കിൽ പോലും GT അറ്റ്ലീസ്റ്റ് ഗ്രൗണ്ട് ഫീൽഡിംഗ് എങ്കിലും ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരു 20-25 റൺസ് അവർക്ക് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. സോ എനിക്ക് ആ ഒരു പാർട്ടിൽ മാത്രമേ ഉള്ളൂ എതിരഭിപ്രായം. അത് ഒരുപക്ഷെ പണി മേടിക്കാൻ ചിലപ്പോ ചാൻസ് ഉള്ള ഒരു മൂവാണ്. ബീങ് ഇപ്പൊ RCBയുടെ കയ്യിൽ ടിം ഡേവിഡ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ. ബ്രോ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. അവിടെ ഈ റാഷിദ് ഖാനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും അതൊരു റിസ്കി മൂവ് ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷെ അതെ, ഇന്നത് ഇപ്പം വർക്കൗട്ട് അതിനകത്തിൽ ആയി. എടുത്തു മാറ്റുമെന്നുണ്ടെങ്കിൽ പ്ലേയിങ് ഇലവനിൽ കാണിച്ച ഒരുപാട് കാര്യങ്ങളോട്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ബാറ്റിങ്ങിൽ നമ്മൾ സ്കിപ്പായി പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിലേക്ക് എത്താത്തത്. എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യണമെന്നുണ്ട്. ഇന്ന് ഈ പറഞ്ഞിട്ട് റൊമാരിയോ ഷെപ്പേർഡിനെ ഇമ്പാക്റ്റ് ആക്കിയത്. കാരണം ഓൾറെഡി അവർ ഒരു ഫോറിൻ ബോളർ, അതായത് ഒരു ഫോറിൻ സ്ലോട്ട് ഫ്രീ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. എന്താണ്, മിഡിൽ ഓർഡർ കൊളാപ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വേണം. അത് കോക്സ് ഉണ്ട്. ലോവർ ഓർഡർ കൊളാപ്സ് ആവുകയാണെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ വേണം. അതിന് ടിം ഡേവിഡ് ഉണ്ട്. അതിന് റൊമാരിയോ ഷെപ്പേർഡ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ബോളിംഗ് സ്ട്രെങ്തൻ കിട്ടാൻ ഇന്ന് റിച്ചാർഡ് ഗ്ലെൻസിനോട് അതിനകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പുള്ളിയും കൂടി ഇന്ന് ലൈനപ്പിനകത്തിൽ ഈസി ആയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് കയറി വന്നേനെ. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 15 ഓവറിനകം കളി കഴിഞ്ഞേനെയായിരുന്നു. പക്ഷെ അത് മനസ്സിലായി? ആ എന്തുകൊണ്ടാണ് ഒരു അവർ ചെയ്യാതിരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് RCBയുടെ അവരുടെ ഒരു ടീമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. അന്ന് ഞാൻ ഈ ഷെപ്പേർഡിനെ പുറത്താക്കുന്ന ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞാണ്. കാരണം ഫൈനലിലേക്ക് ഇനിയിപ്പോ അടുത്ത ഫൈനലാണ്. അവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും അവരുടെ മെയിൻ പ്രൈമറി ടീമിലുള്ള ഒരു പ്ലെയർ ആണ് ഷെപ്പേർഡ്. സോ ഷെപ്പേർഡിനെ ഇമ്പാക്ട് ചെയ്യാതെ പുതിയൊരു ഔട്ട് ഓഫ് നോവർ ഒരു പുതിയൊരു ആളിനെ ഇമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ് എ മെസ്സേജ് ഇറ്റ്സ് ഗിവിംഗ് ടു ഷെപ്പേർഡ് എന്നുള്ളൊരു ചോദ്യം വരും. എത്ര നമ്മൾ അതല്ല ടീമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും ഒരു പ്ലെയറിന് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇത് വരും. അതേസമയം ഇത്രയും അവരുടെ പ്ലാനിലുള്ള ഒരു പ്ലെയർ ഷെപ്പേർഡിനെ തന്നെ അവർക്ക് ഇനിയിപ്പോ ഒരു പുതിയ ഔട്ട് ഓഫ് നോ ഒരു പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവന്ന് ഇറക്കേണ്ട ആവശ്യമില്ല. ഷെപ്പേർഡിനെ വെച്ചിട്ട് തന്നെ അവർക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ അങ്ങനെ ഒരു മെസ്സേജ്, ഒരു പാനിക് മെസ്സേജ്, ഒരു ഫീൽ ഒരു പ്ലെയറിന് കൊടുക്കണ്ട എന്നുള്ളതാണ് അവരുടെ ടീം അറ്റ്മോസ്ഫിയറിന്റെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് അങ്ങനെ റിസ്കി അതിനോട് മൂവ് ചെയ്യാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനോട് അങ്ങനെ ഒട്ടും ചെയ്യേണ്ട ആവശ്യമില്ല യോജിപ്പില്ല. ബ്രോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവർ കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത് റൊമാരിയോ ഷെപ്പേർഡിന്റെ ഓവറിൽ നിന്നാണ്. ഈ ത്രൂ ഔട്ട് ഈ IPL വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൊമാരിയോ ഷെപ്പേർഡ് 10 റണ്ണിൽ കുറച്ച് ഒരു എത്ര ഓവർ എറിഞ്ഞിട്ടുണ്ടെന്ന് വിരലിലെണ്ണാം. പക്ഷേ 20 റണ്ണിൽ എത്ര, അല്ലെ 15 റണ്ണിൽ മണ്ടക്കോട്ട് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വിരലിലെണ്ണാൻ പോലും പറ്റുന്നതിന് അപ്പുറമാണ്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളറാണ്. ഇന്ന് രജത് പടിദാറാണെന്നുണ്ടെങ്കിൽ അതെ ഇന്റർവ്യൂവിൽ അതെ. പറയുന്നത് ഓക്കെ, ഫൈനൽ ഈസ് ഓൺ ദ ഡോർസ്. അപ്പോൾ റൊമാരിയോ ഷെപ്പേർഡിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കിയതാണ്, എക്സ്പെരിമെന്റ് ചെയ്തതാണെന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് ദ ടൈം ടു എക്സ്പെരിമെന്റ് എന്നുള്ളത് എനിക്ക് ആഡ് ഓൺ ചെയ്യണം. ഞാൻ ഇപ്പോഴും സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു അവിടെ ഷെപ്പേർഡിന് പകരം ഈ പറയുന്ന പോലെ റിച്ചാർഡ് ഗ്ലെൻസൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഇപ്പം 92-ന് ജയിച്ച കളി എന്ന് പറയുന്നത് ഒരു 120-130 സുഖമായിട്ട് ജയിച്ചേനമായിരുന്നു. ആൻഡ് ഇറ്റ് അതിപ്പോ വാസ് എ ഇവിടെ റൺ ചാൻസ് ടു റേറ്റിന്റെ എക്സ്പെരിമെന്റ്. ആവശ്യമില്ലല്ലോ. റൺ റേറ്റ് അല്ല, ഇവിടെ ഞാൻ നെറ്റ് റൺ റേറ്റ് എത്രയും ഇവിടെ ഒരു പെട്ടെന്ന് പ്രശ്നമാണ്. പക്ഷെ അവിടെ ഒരു തീർന്നേനമായിരുന്നു. പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അവിടെ എന്താന്ന് വെച്ചാല് ഈ റമാരി ഷെപ്പേർഡിനെ ആസ് എ ബോളർ അല്ല ഞാൻ പറയുന്നത്. ആസ് എ ബോളർ ഇവർക്ക് ഫൈനലിലേക്ക് യൂസ് ചെയ്യണമെന്നുള്ളതല്ല ഞാൻ എപ്പോഴും പറയുന്നത്. റുമാരി ഷെപ്പേർഡ് ആസ് എ ഫിനിഷർ RCBക്ക് ഹാൻഡി ആയിട്ട് വന്നേക്ക ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത മാച്ചിൽ റൊമാരി ഷെപ്പേർഡ്, ഇപ്പൊ ഈ മാച്ചിൽ റൊമാരി ഷെപ്പേർഡിനെ ഇപ്പൊ ഇമ്പാക്ട് ചെയ്തില്ല, അതിന് പകരം വേറൊരു പ്ലെയറിനെ ഇമ്പാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ മെസ്സേജ് വിൽ ബി റോങ് എന്നുള്ളത് ഒരു ചെറിയ പോയിന്റ് ആണ്.
ഇപ്പൊ ഔട്ട് ഓഫ് നോവർ പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവന്ന് കളിക്കുമ്പോൾ ഇന്നത്തെ മാച്ച് ചിലപ്പോൾ നേരത്തെ ഒരു 2-3 ഓവർ മുമ്പേ തീർത്തേക്കാം. പക്ഷെ അതിന്റെ കാര്യമില്ല. ഇവിടെ നെറ്റ് റൺ റേറ്റ് പ്രശ്നമല്ല. ഓൾറെഡി മാച്ച് RCBയുടെ കയ്യിലാണ്. ഇനി ഒരിക്കലും അവർ എടുത്തോണ്ട് പോകത്തില്ല മാച്ച്. അല്ല, ഇതിനകത്തിൽ ഞാൻ പറയുന്നത് ഇമ്പാക്ട് സബ് ലിസ്റ്റിനകത്തിൽ നമുക്ക് ഇന്ന് പുള്ളി ആഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളി ഇന്ന് കണ്ടീഷൻസിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യാമായിരുന്നു. ഇന്നിപ്പോൾ റൊമാരിയോ ഷെപ്പർഡിന് ഫിനിഷർ എന്നുള്ള രീതിയിൽ ആവശ്യമില്ല. ഇന്ന് പുള്ളി, അതായത് റൊമാരിയോ ഷെപ്പർഡിനോടൊപ്പം തന്നെ റിച്ചാർഡ് ഗ്ലെൻസൺ ഇമ്പാക്ട് സബിൽ വരണമായിരുന്നു. അവരെനിക്ക് തോന്നുന്നില്ല അഭിനന്ദൻ സിംഗിനെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമെന്ന്. അവരെനിക്ക് തോന്നുന്നില്ല കാർത്തിക് ചൗഹാനെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് കളിപ്പിക്കുമെന്ന്. ഒരിക്കലും ഈ ഗ്രൗണ്ടിൽ സുയാശി ശർമ്മ കളിക്കില്ലായിരുന്നു. എന്തുകൊണ്ട് ഇവർ 3 പേരിൽ ഒരാൾക്ക് പകരമായിട്ട് റിച്ചാർഡ് ഗ്ലെൻസൺ ഇമ്പാക്ട് ലിസ്റ്റിൽ വന്നില്ല? ഇന്ന് ഇതേപോലെ തന്നെ റൊമാരിയോ യൂസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ റൊമാരിയോ ആസ് എ ബോളർ എന്ന് പറഞ്ഞ ആളും ഈ റിച്ചാർഡ് ഗ്ലെൻസൺ ആസ് എ ബോളർ എന്ന് പറഞ്ഞ ആളും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഒരുപാട് മോളിൽ നിൽക്കുന്ന, അപ്പൊ ആ ഒരു ഇറക്കത്തില്ല ബ്രോ. ഇപ്പൊ ബ്രോ നമ്മള് ഉപയോഗിക്കാമായിരുന്നു. പ്രിവ്യൂല് പറഞ്ഞപ്പോഴും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവർ RCB ചിലപ്പോൾ ഈ റിച്ചാർഡ് ഗ്ലീസനെ ഇറക്കത്തില്ല എന്നുള്ള കാര്യം. അതിന്റെ മെയിൻ റീസൺ ഈ പറഞ്ഞ അവരുടെ ഒരു ടീം കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. ബ്രോ പറഞ്ഞതിന്റെ 100% ജസ്റ്റിഫൈഡ് ആണ് റീസൺ എന്താണെന്നുള്ളത്. പക്ഷെ ഞാനത് ഇറക്കത്തില്ല എന്ന് പ്രിവ്യൂല് പറഞ്ഞതും ഇപ്പൊ ഇനി ഇറക്കത്തില്ല എന്ന് പറയുന്നതും എന്തുകൊണ്ട് ജേക്കബ് ഡഫിയെ കളിച്ചു എന്നുള്ളതും ഇതേ സെയിം റീസൺ കൊണ്ടാണ്. അവരുടെ ഒരു ടീം കൾച്ചർ ഇപ്പൊ പെട്ടെന്നൊരു ഫൈനൽ മിനിറ്റിൽ ഒരു ഈ ഷെപ്പേഡിനെ ഇറക്കാതെ വേറൊരു പ്ലെയറിനെ ഇറക്കി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് പോവും. ആ ഒരു പ്ലെയറിനെ എന്തായാലും അത് ചെറിയ രീതിയിൽ ബാധിക്കും. അപ്പൊ ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം ഷെപ്പേഡിനെ തന്നെ യൂസ് ചെയ്തത്. എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ഇപ്പൊ നെറ്റ് റൺ റേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ആ ഒരു മെസ്സേജ് പാസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു പോയിന്റ്. അത് ടീമിൽ എടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രൈ ചെയ്യാതിരുന്നത്. അതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ്, നമ്മൾ ഈ പറഞ്ഞിട്ട് മുഹമ്മദ് സിറാജും റബാഡയും ഹോൾഡറും റഷീദ് ഖാനും പ്രസിദ്ധ് കൃഷ്ണ എല്ലാവരും ഇന്ന് എക്സ്പെൻസീവ് ആയിരുന്നു. ഇന്ന ആളെന്നുള്ള ബോളിങ്ങിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ലൈൻ ആൻഡ് ലെങ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടും കണ്ടീഷനും അല്ല ധർമ്മശാല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് അവർ ഒരിക്കലും ഒരു ത്രെട്ട് ആവത്തില്ല എന്നുള്ളത്. ഇപ്പം രണ്ട് ടീമും സ്കോർ ചെയ്ത ബൗണ്ടറീസിന്റെ ഏരിയ തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പം രജത് പടിദാർ ആണെങ്കിൽ അടിച്ചത് 6 9 എണ്ണത്തിൽ 8 എണ്ണവും അതായത് ഡീപ്പ് മിഡ് വിക്കറ്റ് അല്ലെ സ്ക്വയർ ഏരിയയിലാണ്, ബോത്ത് സ്ക്വയർസ് ഏരിയയിലാണ് കളിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടതാണ് ഒരു റബാഡെ അടിച്ചത് ഒരു സ്ക്വയറിന്റെ മണ്ടയ്ക്കുള്ള ഒരു 6 അല്ലെ കവറിന്റെ മണ്ടയ്ക്കുള്ള ഒരു 6 എന്ന് പറയുന്നത് ടൂർണമെന്റിന്റെ ബെസ്റ്റ് ഷോട്ട് ആണെന്നാണ് എല്ലാവരും പറയുന്നത് തന്നെ. പക്ഷെ നേരെ മറിച്ച് RCBയുടെ ബോളിങ്ങിലേക്ക് വരുമ്പം RCB അടിച്ചിരിക്കുന്നത് ഈ ഏരിയയിലേക്കല്ല. മനസ്സിലായി? അതാണ് ആ ലെങ്തിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം. അവർ ഇച്ചിരൂടെ ഒന്നെങ്കിൽ ബാക്ക്വേർഡ് സ്ക്വയർ അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് എന്നുള്ള രീതിയിൽ അവർ അത് ഇച്ചിരി ഫുള്ളറായിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്ത് അതിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് ആദ്യമേ മുതൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ബ്രോയി പറഞ്ഞിട്ട് സ്കോട്ട് ബോർ പ്രഷർ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ സങ്കടം സായി സുദർശൻ ഔട്ടായ രീതിയാണ്. ആ ബാറ്റ് ഡാൻസ് കളിച്ച് വന്ന് സ്റ്റമ്പേ കയറി. പുള്ളിയെ ബാറ്റ് എടുക്കാൻ പോകാതെ സിംഗിൾ ഓടാൻ പോയത് എന്തിനാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല. അത് വളരെ ഒരു അങ്ങനത്തെ ഒരു വിക്കറ്റ് ഒന്നും ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞോണ്ട് പിന്നീട് ഔട്ടായ ഗില്ലും ഗില്ല് അതെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ T20 ടീമിൽ കളിക്കരുതെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ആയത്. ഇന്ന് സായ് സുദർശൻ കാണിച്ച ഒരു നെർവ് ഉണ്ടല്ലോ, നെർവ് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു സംഭവം പോലും ഗില്ല് കാണിച്ചില്ല. സായ് സുദർശൻ ബോൾ 1 തൊട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി എങ്കിലും കാണിച്ചു അറ്റ്ലീസ്റ്റ്. ഗില്ലിന് ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു ഗില്ലിന് ആ സ്കോർ ഗില്ലിന്റെ ബോർഡിൽ നോക്കൌട്ട് പറ്റുന്നില്ല. ഗെയിംസിലെ പെർഫോമൻസ് ഭയങ്കര മോശമാണ്. സ്റ്റാറ്റ്സ് ഭയങ്കര അത്ര ഇംപ്രസീവ് അല്ല ഗില്ലിന്റെ. പിന്നെ ബട്ട്ലർ ഫൈറ്റ് ചെയ്തേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ബട്ട്ലറിനെ പറ്റുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. പക്ഷെ ഒരാളെ കൊണ്ടോ രണ്ടാളെ കൊണ്ടോ കൂട്ടിയാൽ കൂടുന്ന സ്കോർ അല്ലായിരുന്നു അവരെ സംബന്ധിച്ചത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് അവരുടെ ടോപ്പ് 3 ഡിപ്പെൻഡന്റ് ആണ് അവരുടെ ടീം. എന്തൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് 3 ഡിപ്പെൻഡന്റ് ആണ് അവരുടെ ടീം. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് പവർ പ്ലേയിൽ തന്നെ 5 വിക്കറ്റ് പോയി. അതായത് GTയുടെ കാരിയറിൽ ആദ്യമായിട്ടാണ് പവർ പ്ലേയിലകത്ത് 5 വിക്കറ്റ് പോകുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അതിന് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു RCB ബോളേഴ്സ്. അതിപ്പോൾ ആദ്യമേ എറിഞ്ഞ എല്ലാവരും. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ബോളറുണ്ട് റസീഖ് ദാർ സലാം. 6ാമത്തെ ഓവർ വന്ന് ഡബിൾ വിക്കറ്റ് മേഡൻ. പുള്ളി ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ആരും പുള്ളിയെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. പക്ഷേ നിങ്ങൾ ഓർത്ത് വെച്ചോണം ആ പേര്. ഹി വിൽ ബി സം ബിഗ് തിങ് ഇൻ T20s. കാരണം ഇത്രയും വേരിയേഷൻസ് ഉള്ളൊരു ബോളർ, ഇത്രയും വെറൈറ്റീസ് ഉള്ളൊരു ബോളറെ ഞാൻ റീസെൻ്റ്ലി T20യിൽ കണ്ടിട്ടില്ല. അതായത് കൃണാൽ പാണ്ഡ്യ സ്പിന്നറായിട്ട് എന്തോരം വെറൈറ്റി കൊണ്ടുവരുന്നോ, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നോ, അത്രത്തോളം തന്നെ അല്ലെ അതിനേക്കാട്ടിലും ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് റസീഖ് ദാർ. 150 140 ഒന്നും അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ ഇമ്മൻസീവ് സ്കില്ലുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യേണ്ടവർ ഐഡന്റിഫൈ ചെയ്ത് ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരു അഡീഷൻ ആവും ഇന്ത്യക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് RCB
ഔട്ട് പ്ലേ ചെയ്തു. ഒരു 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 ഘട്ടത്തിലും ഗുജറാത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗുജറാത്ത് ഏതെങ്കിലും ഒരു RCBക്ക് മേളിൽ പോകുന്നതായിട്ട് തോന്നിയോ? കളിയുടെ മൊത്തത്തിൽ ബാറ്റിങ്ങും ബോളിങ്ങും ഇതിനകത്തിൽ ഏത് രീതിയിലെടുത്താലും ആകെപ്പാടെ അത്രയും പറയാമെന്ന് പറയുന്നത് ആ 7, 8, 9, 10 ഉള്ള ഓവറുകളിൽ അതും ഗുജറാത്ത് മുന്നോട്ട് വന്നതുമില്ല. RCBയുടെ ഫ്ലോയെ ഒന്ന് തടയിടാൻ വേണ്ട. പറ്റി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു മൊമെന്റ് പോലും, അല്ലെങ്കിൽ പറയാം ആദ്യത്തെ 2 ബോള് ഗില്ലിന്റെ, അതായത് GTയുടെ ബാറ്റിംഗിൽ ആദ്യത്തെ 2 ബോൾ മാത്രമേ ഉള്ളായിരുന്നു GT കളിക്കകത്തിലുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് 6 ഓവറിൽ തന്നെ കളി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ GTയുടെ. പിന്നീട് ഒരു ചടങ്ങ് കൂട്ടം അവർ ചുമ്മാ വലിച്ചു നീട്ടിപ്പോയി എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു പറയേണ്ട അതുകൊണ്ട് ഡിഫറൻസ് ആണ് എന്തായാലും രണ്ട് ടീമിന്റെയും ഫീൽഡിങ്. കാരണം ആ ബാംഗ്ലൂർ വിക്കറ്റ് എടുത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണണം, അത് ചുമ്മാ ഉള്ള ലൂസ് വിക്കറ്റ് ഒന്നും അല്ല, അത് ഔട്ട് ഫീൽഡിങ് എന്തോ എക്സെപ്ഷണൽ ആണ്. വിരാട് കോഹ്ലി എടുത്തൊരു ക്യാച്ച് ഒന്നും പറയണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 19 പോയിന്റ് 3-ാമത്തെ ഓവർ ബോള് പോകുന്നു, ആ 6 ഫീറ്റ് ഉള്ള ഹൈറ്റ് ഉള്ള ടിം ഡേവിഡ്, പുള്ളിക്ക് വേണേൽ സിമ്പിളായിട്ട് ഡൈവ് ചെയ്ത് എടുക്കാതിരിക്കാം. കാരണം പുള്ളിയുടെ ഇനി എന്തോ 2 ബോളോടെ ഉള്ളൂ, അമ്മരങ്ങ് തീർക്കട്ടെന്ന് വെക്കാം. പക്ഷെ അതല്ല അവരുടെ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്. എവിടുന്നോ വന്ന് എങ്ങോട്ടോ ഡൈവ് ചെയ്ത് ആ ക്യാച്ച് എടുത്തുകൊണ്ട് പോയി അങ്ങനെ കളി ഫിനിഷ് ചെയ്യുന്ന രീതി. ഹേസൽവുഡിന്റെ കാച്ച് നോർമലി ഈ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ഒന്നും അങ്ങനെ ഈ ഇഞ്ചുറി ഒക്കെ ഇങ്ങനെ അവസാന നിമിഷം ഒന്നും ഇങ്ങനെ ഒരു ക്യാച്ച് എടുക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് എ സ്പിരിറ്റ്. ടിം ഡേവിഡൊക്കെ ആ ടീമുമായിട്ട് എത്രത്തോളം ജെല്ലായിട്ടുണ്ടെന്ന് കാണിക്കുന്ന റീസൺ ആണ്. അത് ആ ക്യാച്ച് അവിടുന്ന് എടുക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ആ ടീമുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും റഷീദ് സ്റ്റാർക്കൊക്കെ ഖാന്റെ ആണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ക്യാച്ച് ഡൽഹിക്ക് വേണ്ടി ആ ക്യാച്ച് എടുക്കത്തില്ല. എടുക്കത്തില്ല, സ്റ്റാർക്കൊന്നും സ്റ്റാർക്ക് പോകത്തില്ല. എടുക്കത്തില്ല. അതാണ് ആ RCB ആയിട്ട് ഒരു ഓസ്ട്രേലിയൻ പ്ലെയറിന് ആ ഒരു അറ്റാച്ച്മെന്റ് ഒരു ടീമായിട്ട് വരുവാന്ന് പറഞ്ഞാല് അത് വലിയ കാര്യം. അതാണ് ആ ഒരു ടീമിന്റെ ഒരു കൾച്ചർ അവർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ റിസൾട്ട് തരാനായിട്ട് ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. പണ്ടും കൾച്ചർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ വൈബ്, ആ ടീമിന്റെ വൈബ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ. പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പല ക്യാപ്റ്റന്മാരും ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, ഋതുരാജ് ഗേക്വാദ്, അജിൻക്യ രഹാനെ, KL രാഹുൽ അല്ലല്ലോ ക്യാപ്റ്റൻ, ആരാ, അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേൽ. എന്നും റയാൻ പരാഗ് എന്നുള്ള ക്യാപ്റ്റന്മാരെല്ലാം കണ്ടുപഠിക്കണം എങ്ങനെയാണ് ഒരു നോക്കൌട്ട് ഗെയിമിൽ ഒരു ടീമിനെ ഒരു ക്യാപ്റ്റൻസി ഇന്നിങ്സ് കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് എന്ന് അവർ കണ്ടുപഠിക്കേണ്ടത് തന്നെ കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ പരാജയത്തോടു കൂടി GT തിരിച്ച് തിരിച്ച് മുള്ളൻപൂരിലേക്ക് പോകേണ്ടി വരും, അല്ല ന്യൂ ചണ്ഡീഗഡിലേക്ക് പോകേണ്ടി വരും. RCBക്ക് ഇനി അടുത്ത ഫ്ലൈറ്റിന് നേരെ ഗുജറാത്തിലേക്കും പോകാം. ഇതിനകത്തിൽ ഇനിയുമാണ് ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത്ര 90% ഞാൻ RCB ജയിക്കുമെന്ന് ഇവിടെ പറഞ്ഞ അതേ ഞാൻ തന്നെ GT ആണ് ഫൈനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ 90% GT ജയിക്കും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ന്യൂ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രൗണ്ട് നാളെ അറിയാം എങ്ങനെയാണ് അവരുടെ പിച്ച്, എന്താണ് 90% ഒന്നും ബിഹേവ് പറയാൻ ചെയ്യുന്നത്. പറ്റില്ല. ഗുജറാത്ത് ആയാലും 90% ഒന്നും പറയാൻ പറ്റില്ല. ഈ ടീമിനെ വെച്ചിട്ട് ഗുജറാത്തിൽ നോക്കുമ്പോൾ അവർക്കൊരു സ്ലൈറ്റ് എഡ്ജ് കൊടുക്കാൻ പറ്റും. ഗുജറാത്തിലാണെങ്കിൽ പോലും ഫൈനലിൽ എന്തായാലും ഒരു ഭയങ്കര ബോളിംഗ് ഫ്രണ്ട്ലി പിച്ച് എടുക്കത്തില്ല എന്തായാലും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കൊടുക്കുവാണെങ്കിൽ ഒരു 55-45 എഡ്ജ് ഗുജറാത്തിന് കൊടുക്കാൻ പറ്റും. ഇല്ല ബ്രോ, ഇല്ല, ഞാൻ തിരിച്ചു പറയും. 90% ഒന്നും RCBക്കെതിരെ ഒരു ടീം ഗുജറാത്ത് നിന്നല്ല, ഇനി വേറെ ഏതെങ്കിലും അല്ല, എവിടെന്നെങ്കിലും വേറൊരു ടീമിനെ എടുത്തോണ്ട് വന്നാലും ഞാൻ സമ്മതിക്കത്തില്ല 90% എഡ്ജ് കൊടുക്കാൻ. GT ബോളേഴ്സ് ഇൻ GT നമ്മൾ വിചാരിക്കുന്നതല്ല അവിടെ ആയിക്കോട്ടെ, നടക്കുന്നത്. അതായിക്കോട്ടെ. GTയില് ഇതിനു മുമ്പ് കളി നടന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ GTയില് ഇത് മറ്റേ ബോളിംഗ് പിച്ച് ഒന്നും എന്തായാലും എടുക്കാൻ പോകുന്നില്ല. അഥവാ എടുത്താൽ തന്നെ എടുത്ത പോലും ബ്രോ RCBക്കെതിരെ ഒരു 90 പോട്ടെ, ഒരു 75 ആ റേഞ്ചിൽ പോലും എഡ്ജ് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിയില്. അവർ ആ ഒരു റേഞ്ചിൽ ആ ടീമിന്റെ ഒരു റേഞ്ച് ഒരു അങ്ങനെ നിൽക്കുന്ന ഒരു രസകരമായ ടീമാണ്. ഒരു കാര്യം കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. ഇത് ആദ്യത്തെ തവണയാണ് ഔട്ട് ഓഫ് 9 ഗെയിംസ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്ത ടീം ജയിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉപരി ഈ ന്യൂ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട്, ഞാൻ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്ത ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല അതും ഈ GTക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെന്ന്. പക്ഷെ നാളത്തെ കളി കണ്ടിട്ട് നോക്കണം. പ്രത്യേകിച്ച് SRH കയറുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. SRHന് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ആറാറിന്റെ കിട്ടിയാലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരു SRH വേഴ്സസ് RCB ഫൈനലാണ് ഞാൻ സ്വപ്നം കാണുന്ന ഫൈനൽ. അങ്ങനെയാണെങ്കിൽ ഒരു രസമായിരിക്കും. RRന്ന് വന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. അല്ലെ പിന്നെ ബെറ്റർ GT തന്നെയാണ്. ഫസ്റ്റ് SRH ആണെങ്കിൽ പൊളിക്കും. ഈ മാച്ചിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹാൻഡ്സ് അപ്പ്.
ഒന്നുമില്ല. ഒരു കാര്യം വളരെ സന്തോഷമുണ്ട്, ഞാൻ പലവരും ഈ പറഞ്ഞ ആ വീഡിയോക്കകത്ത് തന്നെ കമന്റ് ചെയ്തിരുന്നു, അങ്ങനെയാണെങ്കിൽ എന്തോ അനാലിസിസ് നടത്തിയിട്ട് കളി എന്തുവായിരുന്നു ബ്രോ എന്ന് പറഞ്ഞിരുന്നത് പയ്യൻ. അൺപ്രഡിക്റ്റബിൾ ആണ് ക്രിക്കറ്റ്, ആ, അൺപ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ ഗെയിമാണ്. ആണ്. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു, അവസാന നിമിഷം. നമ്മൾ സംസാരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ കൊണ്ടും അതേ കൂട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജിയാണ്. അത് അതേപടി നടക്കും എന്ന് ഞാൻ വാദിക്കുന്നില്ല, പക്ഷേ ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് എന്നുള്ള വലിയ ഫാക്ടറാണ്. നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നമ്മൾ ഇനി അങ്ങോട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ കൂടുക. ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് കമൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. അല്ലേ വേണ്ട, ദാറ്റ് ഇസ് ഇറ്റ്. അല്ല, നമുക്ക് മറ്റേ ഒരു കാര്യമുണ്ട്. ഈ മറ്റേ വീഡിയോ ഒന്നും കാണാത്തവർക്ക് ഒരേ ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ SRH വേഴ്സസ് RR മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ പ്രിവ്യൂ ചെയ്ത വീഡിയോയിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗിവ് അവേ പോലെ, ഗിവ് അവേ എന്നോ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. നമ്മളൊരു വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് ആയിട്ടുള്ള എന്താണ് 1-8. 1-8ന്റെ ഒരു ഷൂസ് നമ്മൾ ഫൈനലിന് ശേഷം നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കും, 3 മത്സരങ്ങൾ. ഒന്ന് SRH വേഴ്സസ് RR മത്സരം, പിന്നെ അടുത്ത ക്വാളിഫയറിന്റെ ഒരു മത്സരം, പിന്നെ ഫൈനൽ. 3 ചോദ്യങ്ങൾ, ഓരോ മാച്ചിൽ ഓരോ ചോദ്യം വെച്ച് അതിന് ശരി ഉത്തരം നൽകുന്ന ആൾക്കാരുടെ ഈ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം നൽകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ലക്കി ഡ്രോയിലൂടെ അവസാനം ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു ഷൂസ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. സോ അതിന്റെ ചോദ്യം, സൂര്യവംശി നാളെ എത്ര റൺസ് അടിക്കും എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. സോ അതിന്റെ ഉത്തരം ഇതിന്റെ കമന്റ്സിൽ ഇടണ്ട. ആ പ്രിവ്യൂ, SRH വേഴ്സസ് RR പ്രിവ്യൂവിന്റെ കമന്റ്സിൽ ആ ഒരു കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശമല്ല, കറക്റ്റായിട്ട് പറഞ്ഞു, കറക്റ്റായിട്ട് ആ സ്കോർ വരുന്നവർക്കായിരിക്കും നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നത്. പിന്നീടുള്ള അടുത്ത മത്സരങ്ങളിൽ മറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫൈനലി ഒരു വിന്നറിനെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് അതാണ്. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈവ് പോകുന്നുണ്ടാവും. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട്. കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അതെ, എല്ലാ മാച്ചും, ഇനിയുള്ള മാച്ചിന്റെ എല്ലാം 1 hour മുമ്പ് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും 3 മാച്ചിന്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമ്മൾ അരുൺ ബ്രോയായിട്ട് ഒത്തുകൂടും.